യുവാക്കൾക്കും സ്ത്രീകൾക്കും മുസ്ലിം ലീഗ് അവസരം നൽകുന്നില്ലെന്ന സ്ഥിരം പല്ലവി ഉന്നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ അവരുടെ ദേശീയ നേതൃത്വത്തിൽ എത്ര സ്ത്രീകൾ ഉണ്ടെന്ന് പരിശോധിക്കണമെന്ന് കോഴിക്കോട് കോർപ്പറേഷനിലെ ലീഗ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫാത്തിമ തെഹ്ലിയ. ലീഗിന്റെ ദേശീയ നേതൃത്വത്തിൽ 2 വനിതകളാണുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗ് നേതൃത്വം നിരവധി വനിതകൾക്ക് അവസരം നൽകിയിട്ടുണ്ടെന്നും ഫാത്തിമ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇടതിൻ്റെ പതിറ്റാണ്ടുകൾ നീണ്ട ഭരണ തുടർച്ചയെ തകർക്കാൻ UDF ശക്തമായ മത്സര രംഗത്താണുള്ളത്. നമുക്കറിയാം, കോഴിക്കോട് കുറ്റിച്ചിറയിൽ ശക്തിയായ സ്ഥാനാർത്ഥിയാണ് UDF നിയോഗിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഹരിത ലീഗ് നേതാക്കന്മാരിൽ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട അഡ്വക്കേറ്റ് ഫാത്തിമ തെഹ്ലിയാണ് ഇവിടെ UDFൻ്റെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. ഈ വാർഡിനെ സംബന്ധിച്ച് ലീഗിൻ്റെ വളരെ ശക്തിയായ ഒരു വാർഡാണ്. അതിൽ വിജയത്തിൽ പ്രശ്നമില്ല. പക്ഷേ ഈ തുടർ ഭരണത്തിലേക്ക് എത്താൻ ഇത്തവണ UDFൻ്റെ ഒപ്പം മൊത്തം നഗരവും കോർപ്പറേഷനും ഒക്കെ നിൽക്കുന്നു തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രതീക്ഷ തന്നെയുണ്ട്. നമ്മളോട് സംസാരിക്കുന്ന പല ആളുകളും പറയുന്നത് ഒരു മാറ്റം വേണമെന്നുള്ളതാണ്. ഇപ്പോൾ ലീഗിന് യുവാക്കളെ മുന്നോട്ട് വയ്ക്കുന്നില്ല, അല്ലെങ്കിൽ വനിതകളെ മുന്നോട്ട് വയ്ക്കുന്നില്ല, വലിയ വിമർശനം തുടർച്ചയായിട്ട് അനുഭവപ്പെടുന്നതാണ്. പക്ഷെ അതിനൊക്കെ ഒരു മറുപടി കൂടിയാണോ തെഹ്ലിയുടെ ഈ സ്ഥാനാർത്ഥി? ഇതാദ്യമായിട്ടല്ലല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്ര സ്ഥലങ്ങളിൽ സ്ത്രീകൾ മത്സരിച്ചു. മാത്രമല്ല, എന്തിനങ്ങനെ പറയണം, ഹരിതയുടെ ഭാഗമായിട്ടുള്ള MSFൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളൊക്കെ ഒരുപാട് തവണ, കഴിഞ്ഞ തവണയും അതിന് മുൻപത്തെ ഒക്കെ തവണ മത്സരിച്ചിട്ടുണ്ട്. ഒടുവിലത്തെ ഉദാഹരണം നോക്കിയാൽ മതി. ലീഗിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റിയിൽ 2 വനിതകൾ ഇരിക്കുന്നുണ്ട്. അഖിലേന്ത്യാ കമ്മിറ്റിയിൽ സെക്രട്ടറിമാരായിട്ട് ഇരിക്കുന്നത്. മറ്റേത് സംഘടനയ്ക്ക് അത്തരത്തിലുള്ളൊരു തീരുമാനമെടുക്കാൻ പറ്റും? അപ്പോൾ കാലത്തിനനുസരിച്ച് ഈ ആളുകളൊക്കെ ഇത്തരത്തിൽ പറയുന്നുണ്ട് എങ്കിലും അവരുടെ സംഘടനകൾക്ക് പോലും ഇല്ലാത്ത രൂപത്തിൽ ലീഗ് മുന്നോട്ട് പോകുന്നുണ്ട്. അത്തരത്തിൽ രാഷ്ട്രീയ മറുപടി കൂടിയാണ് തെഹ്ലിയുടെ ഈ സ്ഥാനാർത്ഥിത്വം എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും മികച്ച രീതിയിലുള്ള ഒരു മത്സരം തന്നെ കാഴ്ചവെക്കാനാണ് UDFും ലീഗും ഒക്കെ കരുതുന്നത്. കോഴിക്കോട് കുറ്റിച്ചിറയിൽ നിന്നും ക്യാമറ പേഴ്സൺ അരുൺ പുതുപ്പാടിക്കൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.